നമസ്കാരം. ഹലോ ഡോക്ടറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ക്യാൻസർ പ്രതിരോധത്തെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. ക്യാൻസർ എങ്ങനെ നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കാം, രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയെന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് കേരള ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ വിപിൻ ഗോപാലാണ്. സംസ്ഥാന സർക്കാരിന്റെ ആനന്ദം ആരോഗ്യം അകറ്റാം അർബുദം പ്രോഗ്രാമിന്റെ സ്റ്റേറ്റ് നോഡൽ ഓഫീസർ കൂടിയാണ് ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ, ഞാൻ തുടക്കത്തിൽ തന്നെ ചോദിക്കുകയാണ്, ഇന്ന് എല്ലാവരും ഒരുപോലെ തന്നെ, ഇന്നും പണ്ടും ആണെങ്കിലും എല്ലാവരും ഒരുപോലെ തന്നെ ഭയപ്പെടുന്ന ഒരു രോഗമാണ് ക്യാൻസർ. അപ്പോൾ മാറുന്ന ജീവിതശൈലി രീതിയിൽ ഇന്ന് ഈ ഒരു ക്യാൻസർ എന്ന അസുഖം കൂടുതലുണ്ടോ? അത്തരത്തിലൊരു സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ ക്യാൻസറിൻ്റെ ഒരു പ്രാചുര്യം കൂടി തന്നെ വരികയാണ്. ഒരു വർഷം ഏകദേശം 65,000-ഓളം പുതിയ ക്യാൻസർ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് നമ്മുടെ ക്യാൻസർ റീജിയണൽ ക്യാൻസർ സെൻറ്റർ തിരുവനന്തപുരത്തിൻ്റെയും മലബാർ ക്യാൻസർ സെൻറ്ററിൻ്റെയൊക്കെ രജിസ്ട്രികളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മുടെ മാറുന്ന ജീവിത രീതി, നമ്മുടെ ഭക്ഷണ രീതി, വ്യായാമത്തിലുണ്ടാകുന്ന മാറ്റം, പിന്നെ പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റം, അന്തരീക്ഷ മലിനീകരണം, ഭക്ഷണത്തിലുണ്ടാകുന്ന മായങ്ങൾ, ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് വിവിധ തരത്തിലുള്ള ക്യാൻസർ രോഗങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് വർദ്ധിക്കുന്നു. ഇത് നമ്മുടെ ദേശീയ ശരാശരിയേക്കാളും ഉയർന്ന ഒരു തലത്തിലാണ് കേരളത്തിലെ ഈ ക്യാൻസറിൻ്റെ ഒരു ഇൻസിഡൻസ് നമുക്ക് കാണുന്നത്. ഡോക്ടർ, ഈ ഒരു അസുഖം നമുക്ക് നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കാൻ സാധിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ക്യാൻസർ എന്ന് പറയുന്നത് കേവലം ഒരു രോഗമല്ല. നമ്മുടെ ശരീരത്തിലുള്ള ഏതൊരു കോശത്തെയും ബാധിക്കാവുന്ന ഒരു രോഗമാണ് ക്യാൻസർ. ഓരോ സ്ഥലത്ത് ഓരോ കോശത്തിലും ഈ രോഗം ഓരോ രീതിയിലായിരിക്കും പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ചില ക്യാൻസറുകൾ നമുക്ക് മുൻകൂട്ടി കണ്ടെത്താൻ സാധിക്കില്ല. എന്നാൽ മുൻകൂട്ടി കണ്ടെത്താൻ സാധിക്കുന്ന വിവിധ തരം ക്യാൻസറുകളുണ്ട്. അതുപോലെ തന്നെ ചില പ്രാരംഭ പരിശോധനകളിലൂടെ നമുക്ക് ട്യൂമർ മാർക്കേഴ്സ് എന്നൊക്കെ പറയുന്ന രക്തപരിശോധനയിലൂടെ നമുക്ക് പല ക്യാൻസറുകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ലിവറിലുള്ള ക്യാൻസർ, ഓവറിയിലുള്ള ക്യാൻസർ, അതൊക്കെ നമുക്ക് മുൻകൂട്ടി ഒരു രക്തപരിശോധനയിലൂടെ ട്യൂമർ മാർക്കേഴ്സിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന ക്യാൻസറുകളാണ് പ്രോസ്റ്റേറ്റിൽ വരുന്ന ക്യാൻസർ. അതേസമയം ചില ക്യാൻസറുകൾ, പ്രത്യേകിച്ച് ഗർഭാശയ ഗളാർബുദം അല്ലെങ്കിൽ സെർവൈക്കൽ ക്യാൻസർ, പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ, സ്തനാർബുദം, വായിലെ ക്യാൻസർ, ഇതിനൊക്കെ പ്രീ ക്യാൻസറസ് ലക്ഷണങ്ങളുണ്ട്. പ്രീ ക്യാൻസറസ് ലക്ഷണം എന്ന് വെച്ചാൽ ഒരു യഥാർത്ഥ ക്യാൻസറായി മാറുന്നതിന് മുമ്പുള്ള ചില പ്രാരംഭ ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ സ്ഥിതിയിൽ, ആ ഒരു സ്റ്റേജിൽ നമുക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ ഏകദേശം പൂർണ്ണമായ ഒരു ചികിത്സ നമുക്ക് ക്യാൻസറിന് കൊടുക്കാൻ പറ്റും. പക്ഷേ ചില ക്യാൻസറുകൾ നമുക്ക് മുൻകൂട്ടി കണ്ടെത്താൻ സാധിക്കാത്തതാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ജീൻ തെറാപ്പിയൊക്കെ ഉണ്ട്, ജീനോമിക് ടെസ്റ്റിംഗ് ഒക്കെ ഉണ്ട്, ബ്രാക്ക പോലെയുള്ള ടെസ്റ്റുകളുണ്ട്. നമുക്ക് ഭാവിയിൽ ഏതെങ്കിലും ക്യാൻസർ വരുമോ എന്നറിയാൻ രീതിയിലുള്ള ടെസ്റ്റിംഗ് നമുക്ക് നിലവിലുണ്ട്. പക്ഷേ ചില ക്യാൻസറുകൾ നമുക്ക് അത് വന്ന ശേഷം മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഡോക്ടർ, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, എല്ലാവരും ഒരുപോലെ ഭയപ്പെടുന്ന ഒരു രോഗമാണ് ക്യാൻസർ എന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് ആ ഒരു അസുഖത്തെ ഭയപ്പെടേണ്ടതുണ്ടോ? കാരണം വിവിധ തരത്തിലുള്ള ചികിത്സാ മാർഗങ്ങളും ചികിത്സാ സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും ക്യാൻസർ ചികിത്സാ മേഖല ഇന്ന് പഴയ രീതിയിലല്ല. ഒരുപാട് നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടു കൂടി വളരെ അഡ്വാൻസ്ഡ് ആണ് നമ്മുടെ ക്യാൻസർ ചികിത്സാ രംഗം. അത് റേഡിയേഷൻ രംഗത്താണെങ്കിലും ശരി, കീമോതെറാപ്പി രംഗത്താണെങ്കിലും ശരി, സർജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും ശരി, എല്ലാ മേഖലയിലും വളരെ നൂതനമായ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാൻസറിനെ ഇപ്പോൾ നമ്മൾ പണ്ട് ഭയപ്പെട്ടതുപോലെ ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. ക്യാൻസർ ചികിത്സയില്ലാത്ത ഒരു രോഗമാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ, ഒരു ഭയം ശരിക്കും ജനങ്ങളുടെ ഇടയിലുണ്ട്. ആ ഭയത്തിന് അടിസ്ഥാനമില്ല എന്ന് നമ്മുടെ പുതിയ ചികിത്സാ രീതികൾ തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ എത്ര നേരത്തെ കണ്ടെത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ക്യാൻസർ അതിൻ്റെ അഡ്വാൻസ്ഡ് സ്റ്റേജിലേക്ക് മാറിക്കഴിഞ്ഞാൽ അത് ചികിത്സിച്ച് ഭേദമാക്കാൻ ഒരുപക്ഷെ പ്രയാസമായിരിക്കും. പക്ഷേ തുടക്കത്തിലേ കണ്ടെത്തി കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം ക്യാൻസറുകളിലും നമുക്കിപ്പോൾ
നല്ല രീതിയിലുള്ള ചികിത്സയുണ്ട്. അതിൽ ചില ക്യാൻസറുകൾ നമുക്ക് പൂർണ്ണമായിട്ടും നിശേഷമായും നമുക്ക് മാറ്റാൻ സാധിക്കുന്ന ക്യാൻസറുകളാണ്. ഇപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു വ്യത്യസ്ത തരത്തിലുള്ള പ്രതിരോധ മാർഗങ്ങൾ അല്ലെങ്കിൽ ചികിത്സാ സൗകര്യങ്ങൾ ഇന്ന് നമ്മുടെ നമുക്കുണ്ട്. അപ്പോൾ ഈ ക്യാൻസർ പ്രതിരോധത്തിനായി എന്തെല്ലാം കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ തലത്തിൽ നടക്കുന്നത്? എന്തൊക്കെ സംവിധാനങ്ങൾ നിലവിലുണ്ട്? നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് ക്യാൻസർ മുൻകൂട്ടി അല്ലെങ്കിൽ നേരത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള സ്ക്രീനിങ് പ്രോഗ്രാമാണ്. അതിൽ പുരുഷന്മാരിൽ നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന 2 ക്യാൻസറുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ലങ് ക്യാൻസർ അല്ലെങ്കിൽ ശ്വാസകോശ അർബുദം, 2 പിന്നെ വായിലെ ക്യാൻസർ അല്ലെങ്കിൽ വദനാർബുദം. ഈ 2 ക്യാൻസറുകളും പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കൊണ്ടുണ്ടാകുന്ന ക്യാൻസറുകളാണ്. എന്നാൽ പുകയില ഉപയോഗിക്കാത്ത ആൾക്കാർക്കും ഈ ക്യാൻസറുകൾ കണ്ടുവരുന്നുണ്ട് വിവിധ കാരണങ്ങളാൽ. അപ്പോൾ അതിൽ വായിലെ ക്യാൻസർ നമുക്ക് വളരെ നേരത്തെ കണ്ടെത്താൻ സാധിക്കുന്ന ക്യാൻസറാണ്. അപ്പോൾ അതിന് ചില പ്രാരംഭ ലക്ഷണങ്ങളുണ്ട്. ആ ലക്ഷണങ്ങൾ നമുക്ക് മുൻകൂട്ടി കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് അതിനെ ചികിത്സിച്ച് നമുക്ക് ഭേദമാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സ്ത്രീകളിൽ കണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ സ്തനാർബുദം. അതുപോലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട രോഗമാണ് സെർവൈക്കൽ ക്യാൻസർ അല്ലെങ്കിൽ ഗർഭാശയ ഗളാർബുദം. ഈ 2 രോഗങ്ങൾക്കും നമുക്ക് ഈ പ്രീ ക്യാൻസറസ് ലക്ഷണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് മുൻകൂട്ടി കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും. കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാനും സാധിക്കും. ഇത് ക്യാൻസർ ആകുന്നതിന് മുമ്പ് തന്നെ കണ്ടെത്തുകയാണെങ്കിൽ അത് ക്യാൻസർ ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതൽ നടപടികളും നമുക്ക് എടുക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന പല കാര്യങ്ങളുണ്ട്. നമ്മുടെ ഭക്ഷണ ക്രമീകരണം, നമുക്ക് നല്ല ഭക്ഷണം, ആരോഗ്യപരമായ ഭക്ഷണം കഴിക്കുക, പിന്നെ അധികം ജങ്ക് ഫുഡ്സ് കഴിക്കാതിരിക്കുക, അധികം പ്രിസർവേറ്റീവ്സ് വെച്ചിട്ടുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക, എണ്ണ പോലുള്ള സാധനങ്ങൾ റീഹീറ്റ് ചെയ്യാതെ ഉപയോഗിക്കുക, ആർട്ടിഫിഷ്യൽ കളറുകൾ, ആർട്ടിഫിഷ്യൽ ഫ്ലേവറുകളൊക്കെ നമ്മൾ മാക്സിമം കുറയ്ക്കുക, എയറേറ്റഡ് ഡ്രിങ്ക്സിൻ്റെ ഉപയോഗം കുറയ്ക്കുക. അങ്ങനെ നമുക്ക് ഡയറ്റിൽ നമുക്ക് ഒരുപാട് മോഡിഫിക്കേഷൻസ് നമുക്ക് വരുത്താൻ സാധിക്കും. അതുപോലെ എക്സസൈസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എക്സസൈസ് നല്ല രീതിയിൽ വ്യായാമം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ ക്യാൻസറുകളെ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ കുടുംബത്തിൽ റൺ ചെയ്യുന്ന കുറേ ക്യാൻസറുകളുണ്ട്. അപ്പം അങ്ങനെ ഫാമിലിയിൽ റൺ ചെയ്യുന്ന കുറേ ക്യാൻസറുകൾ, ആ ഫാമിലിയിൽപ്പെട്ട അംഗങ്ങൾ ഈ ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള പ്രാഥമിക പരിശോധനകൾ വളരെ നേരത്തെ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ക്യാൻസറിനെ നമുക്ക് പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഡോക്ടർ തന്നെ നേരത്തെ പറഞ്ഞു സ്ത്രീകളിൽ ഉണ്ടാകുന്ന വ്യത്യസ്ത തരത്തിലുള്ള ക്യാൻസർ. അപ്പോൾ ഈ ഒരു വർഷവും ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ വരുന്ന ക്യാൻസറിനും പ്രതിരോധത്തിനുമാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഈ ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് കൂടുതൽ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, എന്താണ് ഈ ഒരു ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ പ്രാരംഭ ലക്ഷണം? നമുക്ക് നേരത്തെ എങ്ങനെ ഇത് കണ്ടെത്താൻ സാധിക്കും? അപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് ഞാൻ മറ്റൊരു കാര്യം പറയാം. ഒന്ന്, സംസ്ഥാന സർക്കാർ ആരോഗ്യം ആനന്ദം എന്ന് പറഞ്ഞ ഒരു പുതിയ പദ്ധതി ഇപ്പോൾ ഈ ഫെബ്രുവരി 4 മുതൽ ലോക ക്യാൻസർ ദിനം മുതൽ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ സ്ത്രീകളുടെ ക്യാൻസറുകൾക്കാണ് ആദ്യത്തെ ഒരു മാസം പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അതിൽ 2 ക്യാൻസറുകളാണ് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നത്. ഒന്ന് സ്ത്രീകളിലുള്ള സ്തനാർബുദവും സ്ത്രീകളിലുള്ള ഗർഭാശയ ഗളാർബുദവും. അതിൽ സ്തനാർബുദത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ മാറിൽ വരുന്ന മുഴയാണ്. നമ്മുടെ സ്ത്രീകളുടെ മാറിടത്തിൽ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ മുഴകൾ, പ്രത്യേകിച്ച് അധികം അനക്കമില്ലാതെ ഏതെങ്കിലും ഒരു പേശിയിൽ ഒട്ടിയിരിക്കുന്ന തരത്തിലുള്ള മുഴകൾ, അതുപോലെ തന്നെ നിപ്പിളിൽ നിന്നുള്ള ഡിസ്ചാർജ്, നിപ്പിള് അകത്തേക്ക് ചുരുങ്ങിപ്പോകുന്ന ഒരിത്, അതുപോലെ തന്നെ നമ്മുടെ മാറിടത്തിൽ ഉണ്ടാകുന്ന രക്തക്കുഴലുകളുടെ ഒരു വെരിക്കോസിറ്റി പോലെയുള്ള ഇത്, പിന്നെ ഈ കക്ഷത്തിലുള്ള മുഴ. അപ്പോൾ ഇങ്ങനെ വിവിധ ലക്ഷണങ്ങൾ ഇതിന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ സ്തനങ്ങളുടെ വലിപ്പത്തിൽ വ്യത്യാസം ഉണ്ടാകും. 2 സ്തനങ്ങൾ തമ്മിൽ വലിപ്പ വ്യത്യാസവും അതിൻ്റെ ആകൃതിയിലും വ്യത്യാസം വരാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് പ്രാരംഭമായിട്ട് നമുക്ക് ഈ ബ്രസ്റ്റ് ക്യാൻസറിൽ കണ്ടുവരുന്നത്. ഇത് നമുക്ക് സ്വയം പരിശോധിച്ച് കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഇതിലെ പല ലക്ഷണങ്ങളും. അപ്പം അതുകൊണ്ട് തന്നെ 20 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ സ്ത്രീകളും ഒരു സ്വയം സ്തന പരിശോധന നടത്തേണ്ടത് ആവശ്യമാണ്. അങ്ങനെ സ്വയം സ്തന പരിശോധന നടത്തുമ്പോഴത്തേക്കും
എന്തെങ്കിലും സംശയം നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ അടുത്തുള്ള ഒരു ആരോഗ്യ പ്രവർത്തകയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെയോ കണ്ടിട്ട് നമുക്ക് ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ നടത്താം. അങ്ങനെ ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ നടത്തിയ ശേഷം അപ്പോഴും നമുക്ക് സംശയമുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പരിശോധനകളിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. ഡോക്ടർ, ഇപ്പോൾ അടുത്തൊരു പരിശോധനാ ഘട്ടത്തെ പറ്റി പറഞ്ഞല്ലോ, അപ്പോൾ ആ ഒരു രീതിയെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? നമുക്ക് സ്തനാർബുദമാണെങ്കിൽ നമുക്ക് സംശയമുള്ള കേസുകൾ മാമോഗ്രഫി എന്ന് പറഞ്ഞ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കാറുണ്ട്. മാമോഗ്രഫി എന്ന് പറഞ്ഞാൽ ഒരു തരം ഒരു എക്സ്റേ ആണ്. വളരെ ചെറിയ ആരംഭത്തിൽ തന്നെയുള്ള ബ്രസ്റ്റ് ക്യാൻസറുകൾ അതിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതല്ലെങ്കിൽ നമുക്ക് FNSC എന്ന് പറഞ്ഞൊരു പരിശോധനയുണ്ട്, ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി. ഈ മുഴ സംശയിക്കുന്ന സ്ഥലത്തു നിന്ന് അല്ലെങ്കിൽ മുഴയിൽ നിന്നും നമ്മൾ കോശങ്ങൾ വലിച്ചെടുത്ത് പരിശോധിക്കുന്നതാണ്. പിന്നെ ബയോപ്സി ഉണ്ട്. അതുപോലെ തന്നെ അൾട്രാസൗണ്ട് നമ്മൾ ഈ പരിശോധനയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റി പറഞ്ഞു. അപ്പോൾ അതോടൊപ്പം തന്നെ ചോദിക്കുകയാണ് ഈ സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ച്. അതിൻ്റെ പ്രതിരോധ മാർഗങ്ങളും ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റേത് പോലെ തന്നെയാണോ, അല്ലെങ്കിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് നേരത്തെ പരിശോധിക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. സെർവൈക്കൽ ക്യാൻസറിന് വരുന്നത് പ്രധാനമായും ഒരു വൈറസിൻ്റെ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറഞ്ഞ ഒരു വൈറസാണ് സെർവൈക്കൽ ക്യാൻസർ പ്രധാനമായും ഇതുണ്ടാക്കുന്നത്, ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സെർവൈക്കൽ ക്യാൻസർ വരുന്നതിന് മുന്നോടിയായിട്ട് കുറേ ലക്ഷണങ്ങളുണ്ട്. അത് പിന്നെ ബന്ധപ്പെടുമ്പോഴുള്ള വേദനയാകാം, ബന്ധപ്പെടുമ്പോഴുള്ള ബ്ലീഡിംഗ് ആകാം, രക്തസ്രവമാകാം, അല്ലെങ്കിൽ മെനപ്പോസിന് ശേഷമുള്ള പിന്നെ അല്ലെങ്കിൽ പെരിമെനോപോസൽ ബ്ലീഡിങ്, പിന്നെ ആർത്തവ വിരാമത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള ബ്ലീഡിങ്, അതിന് ശേഷമുള്ള ബ്ലീഡിങ്, പിന്നെ വയറുവേദന, വളരെ ദുർഗന്ധത്തോടെയുള്ള ഡിസ്ചാർജ്, ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങൾ ഇതിന് മുന്നേ കാണാറുണ്ട്. അതുപോലെ തന്നെ സെർവൈക്കൽ ക്യാൻസറിൻ്റെ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ഗർഭാശയത്തിൻ്റെ മുഖത്ത് അവിടെ ചെറിയ മാറ്റങ്ങൾ കാണും. ഈ മാറ്റങ്ങൾ നമുക്ക് നേരത്തെ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ 20 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾ 5 വർഷത്തിലൊരിക്കൽ ഈ ടെസ്റ്റ് നമ്മൾ ചെയ്തു നോക്കണമെന്നാണ് പറയുന്നത്. ആ ടെസ്റ്റിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കുകയാണെങ്കിൽ നമുക്ക് 2 രീതിയിലുള്ള ടെസ്റ്റുണ്ട്. ഒന്ന് പാപ്സ്മിയർ എന്ന് പറയും. അത് അവിടെ നിന്നുള്ള കുറച്ച് ഈ സെർവിക്സിൽ നിന്നുള്ള കുറച്ച് കോശങ്ങളെടുത്ത് ലാബിൽ കൊടുത്ത് പരിശോധിച്ച് ക്യാൻസർ ഉണ്ടോ ഇല്ലേ എന്ന് നിശ്ചയിക്കുന്ന ഒരു ടെസ്റ്റാണ് പാപ്സ്മിയർ. അതുപോലെ തന്നെ ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് വയ എന്ന് പറയുന്നത് വിഷ്വൽ ഇൻസ്പെക്ഷൻ ഓഫ് വിത്ത് അസറ്റിക് ആസിഡ് എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും ഒക്കെ ഈ ടെസ്റ്റ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. മിക്ക സ്ഥലങ്ങളിലും ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റാണ്. ഇപ്പോൾ അത് കൂടാതെ ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസിൻ്റെ സാന്നിധ്യം നമുക്കറിയാനായിട്ടുള്ള HPV സ്ക്രീനിങ്ങും നമുക്ക് ഇപ്പോൾ ലഭ്യമാണ്. അത് സർക്കാർ തലത്തിലും അത് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ആരോഗ്യവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ, നമ്മൾ നേരത്തെ പലതരം ക്യാൻസറിനെ പറ്റി പറഞ്ഞു. അതുപോലെയുള്ള മറ്റൊരു ക്യാൻസറാണ് മൗത്ത് ക്യാൻസർ. ഇപ്പോൾ ഇന്ന് കൂടി വരുന്നൊരു സാഹചര്യമുണ്ടോ മൗത്ത് ക്യാൻസറിന്? കാരണം ഡോക്ടർ തന്നെ നേരത്തെ പറഞ്ഞു ഭക്ഷണകാര്യത്തിൽ വരുന്ന മാറ്റങ്ങൾ, ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ. അപ്പോൾ ഈ ഒരു മാറ്റങ്ങളൊക്കെ മൗത്ത് ക്യാൻസറിന് കൂടി കാരണമാകുന്നുണ്ടോ? ഓറൽ ക്യാൻസർ പ്രധാനമായും പുകയില ഉപയോഗിക്കുന്ന ആൾക്കാരിലും മദ്യം ഉപയോഗിക്കുന്ന ആൾക്കാരിലൊക്കെ നമുക്ക് കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ ഇപ്പോൾ ഈ തമ്പാക്ക് പോലെയുള്ള, ഗുഡ്ക പോലെയുള്ള വായ്ക്കകത്ത് തിരികെ വയ്ക്കുന്ന പുകയില ഉൽപ്പന്നങ്ങൾ വളരെ ഒരു പ്രാചാര്യമുണ്ട്. അപ്പോൾ ആ ഒരു കാരണത്താൽ തന്നെ വായിലെ ക്യാൻസറുകൾ ചെറുപ്പകാലം തൊട്ട് തന്നെ കണ്ടുവരുന്നു എന്നുള്ളതാണ് ഒരു ഭയപ്പെടുത്തുന്ന ഒരു സത്യം. അപ്പോൾ ഇത് പിന്നെ പുകയില മാത്രമല്ല, അല്ലാതെ മറ്റ് കാരണങ്ങളാൽ നമുക്ക് വായ്ക്കകത്തെ ക്യാൻസർ അല്ലെങ്കിൽ ഓറൽ ക്യാൻസർ വരാൻ സാധിക്കും. ഒന്ന്, നമ്മുടെ കൂർത്ത പല്ലുകളുണ്ടെങ്കിൽ, സൈഡിലേക്ക് വളരുന്ന പല്ലുകളുണ്ടെങ്കിൽ അത് സൈഡിൽ ഉരഞ്ഞ് മോണയിലോ നാക്കിലോ ഒക്കെ സ്ഥിരമായി ഉരഞ്ഞുരഞ്ഞ് അവിടെ ഒരു ക്യാൻസറായിട്ട് രൂപാന്തരപ്പെടാവുന്നതേ ഉള്ളൂ. അപ്പോൾ പല കാരണങ്ങളാൽ ഓറൽ ക്യാൻസർ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഓരോന്നിനും ഓരോ രീതിയിലുള്ള
പ്രതിരോധ മാർഗ്ഗമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഒന്ന്, പുകയില ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് ചവയ്ക്കുന്ന രീതിയിലുള്ള പുകയില ഒഴിവാക്കാൻ, ആ ഒരു ശീലം മാറ്റാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും എല്ലാവരും പ്രതിജ്ഞാബദ്ധരാവണം. 2, സൈഡിലേക്ക് വളരുന്ന പല്ലുകളുണ്ടെങ്കിൽ അവയെ രാഗി ഗ്രൈൻഡ് ചെയ്ത് അതിനെ ഷേപ്പ് വരുത്തേണ്ടതും ഒരാവശ്യമുണ്ട്. അല്ലെങ്കിൽ അത് ആ പല്ല് നമ്മൾ എടുത്തു കളയേണ്ടി വരും. പിന്നെ വളരെ സ്പൈസി ആയിട്ടുള്ള ഫുഡ്. അപ്പോൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഓറൽ ക്യാൻസർ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഓറൽ ക്യാൻസർ അത് ക്യാൻസറായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വായ്ക്കകത്ത് ചില മാറ്റങ്ങൾ അതുണ്ടാക്കും. നമ്മുടെ മോണയിലും അതുപോലെ വായുടെ സൈഡിലൊക്കെ വെളുത്ത പാടുകൾ, നമ്മൾ ല്യൂക്കോപ്ലേക്കിയ എന്നാണ് പറയുന്നത്, വെളുത്ത പാടുകൾ, തടിപ്പോട് കൂടിയ വെളുത്ത പാടുകളുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ അത് ഓറൽ ക്യാൻസറിൻ്റെ ലക്ഷണമാകാം. അല്ലെങ്കിൽ ചിലപ്പോൾ ചുമന്ന പാടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു തടിപ്പായിരിക്കാം. അതിനെ നമ്മൾ പിന്നെ അതുപോലെയുള്ള നാക്കിലുള്ള പാടുകൾ, വായ്ക്കകത്ത് ഏതെങ്കിലും ഭാഗത്ത് ഇതുപോലെ കാണുന്ന ചെറിയ വ്രണങ്ങൾ, ഇതെല്ലാം ഒരു പക്ഷേ പിന്നെ ഓറൽ ക്യാൻസറിൻ്റെ ലക്ഷണമാകാം. അവയെ നമ്മൾ ഒരു കാരണവശാലും അതിനെ ഇഗ്നോർ ചെയ്യരുത്. അങ്ങനെ ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു ഡോക്ടറെ കാണണം. അതുപോലെ സ്വയം വായ പരിശോധന നമ്മളെല്ലാവരും ശീലമാക്കേണ്ടതാണ്. നമ്മുടെ വായ്ക്കകവും നാക്കിനടിവശത്തും അതുപോലെ തന്നെ കവിളിലുമൊക്കെ എന്തെങ്കിലും പാടുകളോ വെളുത്ത പാടുകളോ അല്ലെങ്കിൽ ചെറിയ തടിപ്പുകളോ വ്രണങ്ങളോ ഒക്കെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ സ്ഥിരമായി ചെയ്തു നോക്കേണ്ട കാര്യമാണ്. അതിലൂടെ നമുക്ക് ഈ ഒരുപക്ഷെ നമുക്ക് ഈ ക്യാൻസർ ആകുന്നത് തടയാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഡോക്ടർ, നമ്മൾ നേരത്തെ സംസ്ഥാന സർക്കാർ വിവിധ തരത്തിലുള്ള പ്രതിരോധ മാർഗങ്ങളും ചികിത്സാ സൗകര്യങ്ങളും ഒരുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം പദ്ധതി എന്നത്. അപ്പോൾ ഇതിലൂടെ ലഭിക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് ഈ സേവനങ്ങൾ ലഭ്യമാകുന്നത്? അകറ്റാം അർബുദം ആനന്ദം ആരോഗ്യം എന്ന് പറഞ്ഞൊരു പദ്ധതി ശരിക്കും 1 വർഷം നീണ്ടു നിൽക്കുന്ന പദ്ധതിയാണ്. 1 വർഷം കഴിഞ്ഞാൽ നമ്മളത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. അതിൻ്റെ പ്രാരംഭമായിട്ട് ആദ്യത്തെ 1 മാസം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനത്തിൽ ആരംഭിച്ച് മാർച്ച് 8 ലോക വനിതാ ദിനത്തിൽ അവസാനിക്കുന്ന ആദ്യത്തെ ഫേസിൽ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഈ പദ്ധതി ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അതിൽ 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ സ്ത്രീകളെയും സ്തനാർബുദത്തിനും അതുപോലെ ഗർഭാശയ ഗിളാർബുദത്തിനുമായി പരിശോധിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം. അതിനായി എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും താലൂക്ക് ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലും സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങളിലും എല്ലായിടെയും കുട്ടികളുടെയും അമ്മമാരുടെയും ആശുപത്രികളിൽ എല്ലായിടെയും നമ്മൾ സ്ക്രീനിങ് ക്യാമ്പുകൾ അല്ലെ ക്ലിനിക്കുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് സർക്കാരിൻ്റെ മാത്രം ഒരു പദ്ധതിയായിട്ടല്ല വിഭാവനം ചെയ്തിരിക്കുന്നത്. സ്വകാര്യ മേഖലയുടെയും സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ സപ്പോർട്ട് നമുക്കിതിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏത് സെൻറ്ററിൽ വേണമെങ്കിലും നമുക്ക് നമ്മുടെ സ്ത്രീകൾക്ക് പോകാവുന്നതാണ്. സൗജന്യമായി, തീർത്തും സൗജന്യമായിട്ടാണ് ഈ സ്ഥലങ്ങളിൽ പ്രാരംഭ പരിശോധന ചെയ്യുന്നത്. അതിനു വേണ്ട പരിശീലനം ആരോഗ്യവകുപ്പിലെ ജീവനക്കാർക്ക് നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. ഇതിൽ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ, ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇ ഹെൽത്ത് തയ്യാറാക്കിയിട്ടുള്ള ഒരു പോർട്ടലിൽ ഈ സ്ക്രീനിങ്ങിന് വരുന്നവരുടെ രേഖകൾ അതിൽ എൻ്റർ ചെയ്യുന്നു. അവരെ ഈ 2 പരിശോധനകൾക്കും വിധേയമാക്കുന്നതാണ്. ഈ പരിശോധനകൾക്ക് വിധേയമാക്കിയിട്ട് എന്തെങ്കിലും ഒരു സംശയം തോന്നുകയാണെങ്കിൽ നമ്മളൊരു ക്യാൻസർ ഗ്രിഡ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഒരു ബ്രസ്റ്റ് ക്യാൻസറാണ് സംശയിക്കുന്നതെങ്കിൽ അടുത്ത മാമോഗ്രാഫി എവിടെയാണോ ആ സെൻറ്ററിലേക്ക് അവരെ റെഫർ ചെയ്ത് വിടും. അപ്പോൾ ഈ സെൻറ്ററിലേക്ക് വിടുന്നതും ഇത് പിന്നെ കോർഡിനേറ്റ് ചെയ്യുന്നതുമൊക്കെ ആരോഗ്യ പ്രവർത്തകരാണ്. ഈ രോഗി അല്ലെങ്കിൽ ഈ ആളിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ നിർദ്ദേശമനുസരിച്ച് ഈ പറയുന്ന ഡേറ്റിൽ മാമോഗ്രാഫി യൂണിറ്റിൽ ചെന്നാൽ മതി. അന്ന് അവിടെ വെച്ചിട്ട് അവരുടെ മാമോഗ്രാഫി ചെയ്തു കൊടുക്കും, അല്ലെങ്കിൽ കോൾപോസ്കോപ്പി ചെയ്തു കൊടുക്കും. അപ്പോൾ ഈ തുടർ പരിശോധനകൾ താലൂക്ക് ലെവൽ ആശുപത്രികളിലും ജില്ലാതല ആശുപത്രികളിലോ അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് ലാബുകളിലോ ഒക്കെയാണ് നടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ
പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ നടത്തുന്ന ക്യാമ്പുകളിലോ വിസിറ്റ് ചെയ്യുക. പ്രാഥമിക പരിശോധന പൂർണ്ണമായും സൗജന്യമാണ്. തുടർ പരിശോധനകളിലെ ഇൻവെസ്റ്റിഗേഷൻസ് അത് BPL കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിജപ്പെടുത്തിയിരിക്കുകയാണ്, സൗജന്യ സേവനം. പക്ഷേ BPLിലുള്ളവർക്കും ഒരു സബ്സിഡൈസ്ഡ് റേറ്റിൽ അവർക്ക് ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യാവുന്നതാണ്. എന്നാൽ BPL ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആൾക്കാർക്ക് ഈ തുടർ പരിശോധനകളും സൗജന്യമായിട്ടാണ് ചെയ്യുന്നത്. ഇതിലൂടെ നമ്മൾ ഏതെങ്കിലും ഒരു ക്യാൻസർ കണ്ടെത്തുകയാണെങ്കിൽ ആ രോഗികളെ അടുത്തുള്ള മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ക്യാൻസർ ചികിത്സാ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് റീജിയണൽ ക്യാൻസർ സെൻ്ററുകളിലേക്ക് പറഞ്ഞു വിടുന്നതാണ്. അതിനും ഉള്ള ഒരു നെറ്റ്വർക്ക്, അതിനു വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസും ആരോഗ്യവകുപ്പ് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ പലതരം ക്യാൻസറിനെ പറ്റി സംസാരിച്ചു. അപ്പോൾ ഡോക്ടർ തന്നെ നേരത്തെ പറഞ്ഞു ചില ക്യാൻസറുകൾ മനസ്സിലാക്കാം, ചിലത് ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുമെന്നത്. അപ്പോൾ അത്തരത്തിൽ ചികിത്സിച്ച് മാറ്റാൻ സാധിക്കാത്ത ചില ക്യാൻസറുകളുണ്ടാവും. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാമോ? ചികിത്സിച്ച് മാറ്റുക, നമുക്കിപ്പോൾ ചില ക്യാൻസറുകൾ അതിന് നമ്മളെല്ലാം 5 ഇയർ അല്ലെങ്കിൽ 1 ഇയർ സർവൈവൽ റേറ്റിലാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. ഇപ്പോൾ അഡ്വാൻസ്ഡ് സ്റ്റേജിൽ ഇപ്പോൾ നമുക്ക് ഒരു ക്യാൻസറിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സ്റ്റേജ് 1, 2, 3, 4 എന്നൊക്കെയുള്ള സ്റ്റേജുകളിലാണ് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ നമ്മൾ ഏത് സ്റ്റേജിൽ നമ്മൾ കണ്ടെത്തുന്നു എന്നുള്ളത് പോലെ ഇരിക്കും ഒരു ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രോഗ്നോസിസ്. നമുക്ക് സ്റ്റേജ് 1 മുമ്പ് തന്നെ പ്രീ ക്യാൻസറസ് സ്റ്റേജസ് ഉണ്ട്, ക്യാൻസർ ആവുന്നതിന് മുമ്പുള്ള സ്റ്റേജുണ്ട്. ആ സ്റ്റേജിലേക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം ക്യാൻസറുകൾ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്ത് നമുക്ക് സുഖപ്പെടുത്താൻ സാധിക്കും. എന്നാൽ ചില ക്യാൻസറുകൾ, ഇപ്പം ബോണിൽ വരുന്ന ക്യാൻസർ, അപ്പോൾ അതുപോലെയൊക്കെയുള്ള ക്യാൻസറുകൾ നമുക്ക് മുൻകൂട്ടി കണ്ടെത്താൻ, അതൊക്കെ അതിൻ്റെ ലക്ഷണങ്ങൾ വന്ന ശേഷം മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് ലക്ഷണങ്ങൾ വന്ന ശേഷമുള്ള ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ളത്. വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതേസമയം നമ്മളിപ്പോൾ സംസാരിച്ചതുപോലെ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ, സെർവൈക്കൽ ക്യാൻസർ, ഓറൽ ക്യാൻസർ, ഒരു പരിധിവരെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ക്യാൻസേഴ്സ് ഒക്കെ നമുക്ക് നേരത്തെ കണ്ടെത്താൻ സാധിക്കുകയും കണ്ടെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നതുമാണ്. ഒന്ന്, നമുക്ക് ഈ രോഗത്തോടുള്ള ഭയമാണ്, ഈ രോഗത്തോടുള്ള അജ്ഞതയാണ്. എനിക്ക് ക്യാൻസർ വന്നാൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു ഭീതി ആൾക്കാരുടെ മനസ്സിലുണ്ട്. അതിലൂടെ ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതയെക്കുറിച്ചിട്ടുള്ള ആശങ്കകൾ നമ്മുടെ മനസ്സിലുണ്ട്. ഈ ആശങ്കകളൊക്കെ അകറ്റി, ഭീതി മാറ്റി, ഇത് ഒരു ദിവസം മുമ്പേ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. അങ്ങനെ നമുക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ചികിത്സ പൂർണ്ണമായിട്ടുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക ബാധ്യത നമുക്ക് വലുതായിട്ട് വരില്ല. അതുപോലെ നമുക്ക് നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ഇപ്പോൾ 25 ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ നമുക്ക് ക്യാൻസർ ചികിത്സ ലഭ്യമാണ്. എല്ലാ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനും നമ്മൾ RCCയോ അല്ലെങ്കിൽ മലബാർ ക്യാൻസർ സെൻ്ററിനെയോ നമ്മൾ സമീപിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ റീജിയണൽ ക്യാൻസർ സെൻ്ററുകളുടെ സാങ്കേതിക സപ്പോർട്ടോടു കൂടിയാണ് നമ്മുടെ ജില്ലാ തലത്തിലും താലൂക്ക് തലത്തിലുമുള്ള ക്യാൻസർ സെൻ്ററുകൾ പ്രവർത്തിച്ചു വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഴയ രീതിയിൽ നമുക്ക് ക്യാൻസറിനെ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യകതയും ഇല്ല എന്ന് വേണം പറയാനായിട്ട്. ഡോക്ടർ, നമ്മൾ തുടക്കത്തിൽ സംസാരിച്ചത് ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു അസുഖം ഏറ്റവും കൂടുതൽ തന്നെ ബാധിക്കുന്നു എന്നതാണ്. അപ്പോൾ ഡോക്ടർക്ക് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ജീവിതശൈലിയും ഭക്ഷണ രീതികളിലൊക്കെ വരുന്ന മാറ്റം എങ്ങനെയാണോ അസുഖത്തിലേക്ക് നയിക്കുന്നത് എന്നത്? ഒന്ന്, നമ്മുടെ കേരളത്തിലെ ആയുർദൈർഘ്യം കൂടി വരികയാണ്. അപ്പോൾ ഈ ക്യാൻസറുകൾ ഉൾപ്പെടെയുള്ള പല ക്രോണിക് ഡിസീസസും ഈ ഉയർന്നു വരുന്ന നമ്മുടെ പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആയുർദൈർഘ്യം കൂടി വരുമ്പോൾ നമ്മുടെ ജീവിതചര്യയിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. നമ്മൾ ഈ എപ്പിഡമോളജിക്കൽ ട്രാൻസിഷൻ്റെ ഏറ്റവും അങ്ങേയറ്റത്ത് നിൽക്കുന്ന സ്ഥലമാണ്. നമ്മുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ വളരെയേറെ മാറിപ്പോയി. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഭക്ഷണ കാര്യത്തിൽ ഒരു ഫാസ്റ്റ് ഫുഡ് സംസ്കാരം നമ്മുടെ ഇടയിലേക്ക്, കേരള ജനതയുടെ ഇടയിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ആർട്ടിഫിഷ്യൽ കളേഴ്സ്, ഒരുപാട് പ്രിസർവേറ്റീവ്സ്, പിന്നെ ജങ്ക് ഫുഡ്സ്, ഇതൊക്കെ നമ്മുടെ കൊച്ചു കുട്ടികൾ തൊട്ട് നമ്മളിത് ശീലിച്ച് വരികയാണ്. അപ്പോൾ ഈ മാറുന്ന ഈ ഭക്ഷണ രീതി, നമ്മുടെ തനത് ഭക്ഷണങ്ങളിൽ നിന്നൊക്കെ മാറി നമ്മളിപ്പോൾ മറ്റൊരു
രുചി ഇതിലോട്ട് നമ്മൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ അത് ക്യാൻസറുകളിലേക്ക് നയിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലിപ്പോൾ കോളോൺ ക്യാൻസറുകൾ, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ക്യാൻസറുകൾ, കുടലിലുണ്ടാകുന്ന ക്യാൻസറുകളൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ അതാണ് ഒരു ട്രെൻഡ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ഭക്ഷണത്തിന് അതിനൊക്കെ വലിയൊരു സ്വാധീനമുണ്ട്. ഈ കാര്യത്തിൽ സർക്കാരിന് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ മായം കലർന്ന ഭക്ഷണം അതൊക്കെ നമുക്ക് ഒരുപാട് നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്, അതൊക്കെ നമുക്ക് നിരോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ വ്യായാമം തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ പുകവലി, മദ്യപാനം, ഇത്തരം ദുശ്ശീലങ്ങൾ, ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മദ്യപിക്കുന്ന ഒരു ജനവിഭാഗം നമ്മുടെ കൊച്ചു കേരളമാണ്. അതുപോലെ പുകയിലയുടെയും മറ്റ് പുകയില ഉൽപ്പന്നങ്ങളുടെയും ഉപയോഗം നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ക്യാൻസറിലേക്ക് നയിക്കുന്ന ഓരോ കാരണങ്ങളാണ്. പിന്നെ അന്തരീക്ഷം ആണ് ഒരു വലിയ ഘടകം. നമ്മുടെ ശ്വസിക്കുന്ന വായുവിലും നമ്മൾ ജീവിക്കുന്ന ഈ ഒരു എൻവയോൺമെൻറ്റിലും ഒക്കെ തന്നെ ഒരുപാട് പൊള്യൂട്ടൻസ് ഉണ്ട്. അത് പല രീതിയിലാണ് നമ്മുടെ ശരീരത്തിനെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം പൊള്യൂട്ടൻസ് നിറഞ്ഞ ഈ ഒരു അന്തരീക്ഷത്തിൽ ക്യാൻസർ ഉണ്ടാവാനുള്ള ഒരു റിസ്ക്കും തീർച്ചയായിട്ടും കൂടുതലാണ്. ഡോക്ടർ, നമ്മൾ നേരത്തെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ഒരുപാട് ഭയത്തോടെയാണ് ആളുകൾ ഈ ഒരു അസുഖത്തെ കാണുന്നത് എന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരോട് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? ഈ ഒരു അസുഖത്തെ ഭയത്തോടെയാണോ കാണേണ്ടത്, അല്ലെങ്കിൽ പൂർണ്ണ ധൈര്യത്തോടെ ഇതിനെ മുന്നോട്ട് കാണുകയാണ് വേണ്ടത്? ക്യാൻസറിനെ ഭയപ്പെടുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ഇന്ന് അതിൽ നിന്ന് നമ്മൾ ഒരുപാട് വ്യത്യസ്തരാണ്. നമ്മുടെ ഹെൽത്ത് ടെക്നോളജി, നമ്മുടെ മോഡേൺ മെഡിക്കൽ സയൻസ്, നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ ഡെവലപ്മെൻറ്റ്സ്, ഇപ്പോൾ നമുക്ക് ഇമ്മ്യൂണോഗ്ലോബുലിൻ മോണോക്ലോണൽ ആൻറ്റിബോഡീസൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചികിത്സ നടത്തുന്നത്. അപ്പോൾ നമ്മുടെ ചികിത്സാ രംഗം വളരെയേറെ അഡ്വാൻസ്ഡ് ആണ്. ഇപ്പോൾ നമ്മുടെ റേഡിയോ തെറാപ്പി എന്നൊക്കെ പറയുന്നത് വളരെ മൈന്യൂട്ടും വളരെ പ്രിസൈസ് ആയിട്ട് ആ കോശങ്ങളെ മാത്രം നശിപ്പിക്കുന്ന രീതിയിലുള്ള, ക്യാൻസർ കോശങ്ങളെ മാത്രം നശിപ്പിക്കുന്ന രീതിയിലുള്ള റേഡിയോ തെറാപ്പിയാണ് നമുക്കുള്ളത്. ക്യാൻസർ സർജറി ഇപ്പോൾ റോബോട്ടിക് സർജറീസാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെ മരുന്നിൻ്റെ രംഗത്തും ചികിത്സയുടെ രംഗത്തും റേഡിയേഷൻ്റെ രംഗത്തും സർജറിയുടെ രംഗത്തുമൊക്കെ നമ്മൾ ഒരുപാട് മുന്നേറി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ക്യാൻസറുകൾ നേരത്തെ കണ്ടെത്താനുള്ള ടെസ്റ്റുകളും ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഭയപ്പെടാൻ പാടില്ല. ഭയപ്പെട്ട് നമ്മൾ മാറി നിൽക്കും തോറും ഈ ക്യാൻസർ എന്ന വില്ലൻ നമ്മുടെ ശരീരത്തിനെ കൂടുതൽ കീഴ്പ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഞാനൊന്ന് ഇടപെടുകയാണ്. സമയപരിമിതി മൂലമാണ് ഞാനൊന്ന് ഇടപെടുന്നത്. ക്യാൻസർ പ്രതിരോധത്തെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. ക്യാൻസർ എങ്ങനെ നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കാം, രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമുള്ള സംവിധാനങ്ങൾ എന്തൊക്കെ എന്നതാണ് നമ്മൾ സംസാരിച്ചത്. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് കേരള ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ബിപിൻ ഗോപാലാണ്. നന്ദി ഡോക്ടർ. താങ്ക് യു. ഹലോ ഡോക്ടർ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.